അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് ഇന്ന് അടുക്കളയിൽ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് എന്നും പറയണമായി തന്നെ ഇഷ്ടപ്പെട്ട ആളുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളും എഴുതുക. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതണം കേട്ടോ. അപ്പം നമ്മളിതാ പതിവ് പോലെ അടുക്കളയിലെത്തി എല്ലാ സാധനങ്ങളും നുള്ളിപ്പെറുക്കി വീതനമൊക്കെ വെക്കുകയാണ്. പിന്നെ ഇന്ന് കുമ്പളങ്ങയും ചേനയും കറി വെക്കണം, കൈപ്പക്കയും ചക്കക്കുരു ഉപ്പേരി വെക്കണം. അത് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മാന്തൾ പൊരിക്കുക. ഏതായാലും ഇന്നത്തെ അടുക്കളയത്തെ ഇഷ്ട വിഭവങ്ങളാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അപ്പം ഞാൻ ഒരു കയ്യിൽ പരിപ്പ് എടുക്കുന്നുണ്ട്. കൂട്ടാൻ കറി വെക്കുമ്പോൾ അത് പുതരാനൊന്നും നിൽക്കണില്ല. കുക്കറിൽ അടുപ്പത്താണ് വെച്ചിട്ടുണ്ട്. അത് വേവുമ്പത്തിന് ഞാൻ കുമ്പളങ്ങയും ചേനയൊക്കെ നുറുക്കട്ടെ കേട്ടോ. ചേനക്ക് ഭയങ്കര വിലയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമുക്ക് കൂട്ടാൻ പുതിയായ കിട്ടണമല്ലോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ജലദോഷം പിടിച്ചിട്ട് വർത്തമാനം പറയുമ്പോൾ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ വീഡിയോ എടുത്താൽ എന്താ വെച്ചാൽ നമുക്ക് ഏതായാലും പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല. അടുക്കളയിൽ ഒറ്റക്കാവുമ്പോൾ പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പണിയെടുക്കണതൊരു വീഡിയോ ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ പരിപ്പൊക്കെ വെന്ത് തായപ്പത്തിന് വെള്ളം തീരില്ല. അപ്പോൾ ലേശം ചുടുവെള്ളമാണ് പാരേണ്ടത്. ചുടുവെള്ളമൊന്നുമില്ല. അപ്പോൾ ഞാൻ ലേശം തണുത്ത വെള്ളം പാർന്നുങ്ങാണ്ട് ഈ കോലുകൊണ്ട് നല്ലോണം കുത്തി ഇളക്കിങ്ങാണ്ട് അതിക്ക് നമ്മളെ ചേനയും കുമ്പളങ്ങയും അതുപോലെ തക്കാളിയും പച്ചമുളകും ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ കറി വെക്കുമ്പോൾ കഴിവതും മുളകും പൊടി ഒഴിവാക്കുക. എന്നാലാണ് ആ നാടൻ കുമ്പളങ്ങ കറിയുടെ ഒരു ചൊയും ചൂരൊക്കെ കിട്ടുള്ളൂ. പുളി അതിൻ്റെ ഒപ്പം തന്നെ പാർന്ന് കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ ഒരു പുളി പാരുമ്പത്തിന് കൂട്ടാൻ കറിയിൽ കുറച്ച് വെള്ളം കൂടുതലാവും. കൂട്ടാൻ കറി എപ്പോഴും നല്ല കുറച്ചൊക്കെ കുറുന്നനായിരിക്കണം. അയച്ചിട്ട് നല്ല അങ്ങോട്ട് കട്ടിയിലല്ല, പാകത്തിന് കുറുന്നനായിരിക്കണം. അത് ഞാൻ അവസാനം കാണിച്ച് തരണ്ട്. പിന്നെ നമുക്ക് അത് വേകുമ്പത്തിന് തേങ്ങ ചിരകി എടുക്കണം. പയർ നുറുക്കാനുണ്ട്. പയറുപ്പേരി എത്രയും പെട്ടെന്ന് ആക്കണം കേട്ടോ. മോനൂന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ അല്ലതാണ്. പിന്നെ ഇതിങ്ങനെ നുള്ളി പറിച്ചുണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് നേരമാവും. ഇതിങ്ങനെ കണ്ടും കേട്ടൊക്കെ വേണം ഇതാക്കാൻ. ഇതിന് നിറച്ച് പുയ്ക്കുത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ വേസ്റ്റൊക്കെ ഒഴിവാക്കി ഇതാ പയർ പൊട്ടിച്ചൽ കഴിഞ്ഞിട്ടുണ്ട്. മാന്തൾ നേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മീനൊന്ന് കായം കൂട്ടണം. അതിൻ്റെ മുന്നേ ഞാൻ ഉപ്പേരിക്കല്ലൊന്ന് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് അവിടെ അടുപ്പത്ത് ഇങ്ങനെ കടന്ന് വേവും ചെയ്തോളും. കുക്കർ ഏതായാലും ഞാൻ വാങ്ങി വെച്ചിക്കാൻ നിൽക്കുകയാണ്. 3 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പയർ വെക്കട്ടെ. പയറടുപ്പത്ത് വെച്ചാൽ പിന്നെ ഔത്ത് കുറച്ച് പരിപാടി ഉണ്ട്. പായൊന്നും മടക്കി വെച്ചിട്ടില്ല, ബെഡ്ഷീറ്റൊന്നും നേരാക്കിയിട്ടില്ല. അപ്പം അത് വേകുമ്പത്തിന് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് വരണം. പിന്നെ ഇത് കുറച്ച് വെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം എന്താ വെച്ചാൽ മോനൂന സ്കൂൾക്ക് പോകാൻ കുറച്ച് വെക്കിയിട്ടുണ്ടെങ്കിൽ ഞമ്മക്കാണല്ലോ വിളി പറയുക. നമ്മൾ നേരം വെക്കിയെന്ന് പറഞ്ഞാൽ ഓല് വിചാരിച്ച് നമ്മൾ നീച്ചാൻ വഴുകിയെന്നേക്കാരം. അപ്പം നീക്കാനൊക്കെ നമ്മൾ നേരത്തെ നീച്ചും. അപ്പോൾ അത് നമ്മൾ ചോറ്റും കൊടുക്ക് അപ്പുറത്ത് അടുപ്പത്ത് വെച്ചു. അപ്പുറത്ത് അടുപ്പത്ത് പയറും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിക്കലില്ലേന്ന്. അടുപ്പ് കത്തിക്കാത്തതിൻ്റെ കാരണം ഞങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതാ നമ്മൾ മാന്തളൊക്കെ കായം കൂട്ടിയിട്ടുണ്ട്. അതിൽ ലേശം ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ലേശം ഉള്ളി അവിടെ ഇരുന്നിരുന്നു, ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇരുന്നിരുന്നു. അപ്പോൾ കുത്തിച്ചതച്ചങ്ങാണ്ട് ഇട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യുക വെച്ചിട്ടാ, ഈ കുക്കറിൻ്റെ എയറൊക്കെ പോകുമ്പോൾ ആദ്യം എന്ത് ചെയ്യട്ടെ, ഈ തേങ്ങ ഒന്ന് അരച്ച് വരണം കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചോരി വന്നിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരാക്കി. തേങ്ങ അരക്കുമ്പോൾ അതുപോലെ തന്നെ കൂട്ടാൻ കറിക്ക് എങ്ങനെ ആയാലും ചെറിയ ജീരകമാണല്ലോ കൂട്ടുക. പിന്നെ ചുവന്നുള്ളിയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും ആദ്യമൊക്കെ മാറിയിരുന്നു. വലിയ ജീരകവും ചെറിയ ജീരകവും എങ്ങനെ ചേർക്കണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. എപ്പോൾ കൂട്ടാൻ കറി വെക്കുമ്പോൾ ഉമ്മാക്ക് വിളിച്ച് ചോദിച്ചു, ഉമ്മ എങ്ങനെയാണ് ഇതിലേക്ക് ജീരകം ചേർക്കേണ്ടത്. അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞെന്ന് ഇപ്പോഴാണ് അതൊക്കെ മെമ്മറിയിൽ നല്ലപോലെ ഇരിക്കൽ തുടങ്ങിയിരിക്കണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുക്കറൊന്ന് തുറന്നൊക്കെ കഷ്ണമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ചേനയൊക്കെ ഇങ്ങോട്ട് വെന്തുടഞ്ഞിക്കണം. അപ്പോൾ ഒന്ന് കുറച്ചൊന്നും കൂടെ കുറുന്നനാൻ വേണ്ടി ഒന്നിന് കുത്തി ഇളക്കിങ്ങാണ്ട് അതിക്ക് തേങ്ങ പാർന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം കാഞ്ഞപ്പോൾ അതിക്ക് ലേശം അരി ഇട്ട് കൊടുക്കട്ടെ. ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. നേരം വെളുത്തിട്ട് 2 ഗ്ലാസ് പച്ചവെള്ളമാണ് കുടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അരി അടുപ്പത്തിട്ടിട്ട് കൂട്ടാൻ കറി ഒന്ന് തിളക്കുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലാസ് ഫ്രഷ് കുടിച്ചാലോ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ എന്ത് കുടിക്കുമ്പോഴും നിന്ന് കുടിക്കണത് ശരിയാവില്ലല്ലോ. അപ്പോൾ ഇത് മനസമാധാനത്തിൽ അത് അടുപ്പത്ത് കടന്ന് തിളക്കുമ്പോഴത്തിന് നമുക്ക് ഇവിടെ ഇരുന്നുങ്ങാണ്ട് എന്ത് ചെയ്യാം, ഇത് കുടിച്ചും ചെയ്യാം. പിന്നെ ചെറിയ നുള്ളുറുമ്പ് പണി എടുക്കാണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ കൂടി കഴിഞ്ഞ് വന്നപ്പോൾ ഇതിന് കൂട്ടാൻ കറിയൊക്കെ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അതൊന്നൊരു കടു പൊട്ടിച്ചോട്ടെ. കടു പൊട്ടിച്ചുമ്പോൾ 2 ഉണക്കമുളകൊക്കെ ഇട്ടെടുത്ത കൂട്ടാൻ കറിയിലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിങ്ങോട്ട് പാരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. പിന്നെ നമ്മളെ ശാലൂന് ഈ ഉണക്കമുളക് ഇട്ടാൽ അതിലുണ്ടല്ലോ എണ്ണ ഇങ്ങോട്ട് പോയിട്ട് കറിയൊക്കെ പോയിട്ട് അതിങ്ങനെ പീച്ചിട്ട് പാത്രത്തേക്ക് എടുത്ത് ഇങ്ങനെ തുടച്ചൊക്കെ കിട്ടും. നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കണ്ടറിഞ്ഞത് ആ കടുകും
ഉണക്കമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. കുറുന്നനെ വേണമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ ഇനി മാന്തൾ അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. മാന്തൾ പൊരിച്ചെടുക്കണമല്ലോ. ഇതൊക്കെ വാക്കത്തിന് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. കടുപുടേനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരം വെക്കും. അപ്പം ഞാൻ എന്താ 2-3 മാന്തൾ ഇങ്ങനെ ബാക്കിയായി കിടക്കുക. അതും ഇങ്ങോട്ട് അട്ടിമേലട്ടിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചു. ഇനി അത് ആക്കത്തിന് കടന്നിങ്ങനെ മുരിയട്ടെ. അപ്പം ഇനി നമ്മളെ ചക്കക്കൂര ഒന്ന് നന്നാക്കുക. ചക്കക്കൂര കണ്ടില്ല, ഒരു കേടും ഇല്ല കേട്ടോ. ഇതെന്നോ കയ്യേണ്ടതാണ്. എവിടെ വെച്ചു എന്നില്ല ഓർമ്മയില്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം അവിടെ ഇരുന്നു. അപ്പം ചക്കക്കൂരൊക്കെ നല്ലപോലെ നന്നാക്കിയപ്പോൾ ഒരു കേടുമില്ല കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കൊണ്ടു. ചക്കക്കൂരൊക്കെ നല്ല കെട്ടുമ്പോൾ പൊട്ടാത്ത ചക്കക്കൂര എടുത്തുങ്ങാണ്ട് കഴുകിങ്ങാണ്ട് നല്ലോണം ഒന്ന് കാറ്റത്തിടുക. വെള്ളമൊക്കെ വെറ്റിയിട്ട് ഒരളക്കിന് ദമ്മാക്കേണ്ട അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പൂതിയാകുമ്പോൾ ഇടക്കും തലക്കൊക്കെ 2 തിന്നാം. അപ്പം ഞാൻ ലേശം എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇവിടെ തോനൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ചക്ക കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ അപ്പം നമുക്കൊരു ഈറൈകാരം എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പം അതങ്ങനെ കഴിഞ്ഞു. അപ്പം ചോറടുപ്പത്തായി. അതുപോലെ തന്നെ മീൻ പൊരിയാഞ്ഞ് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ മാങ്ങിയിട്ട് വേണം നമുക്ക് ദോശ ചുടാൻ. അങ്ങനെ ഇനി മീൻ ഒന്ന് കുത്തി വരകിയ മാതിരിയൊക്കെ ആയിക്കോളും. ഇങ്ങനെ മേലെ ഇട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ടോ. ഇനി ബാബു വന്ന് ചോറൊന്നുമ്പോഴേക്കാരൻ ചോദിച്ചത് എന്താ എനിക്ക് വെത്തപ്പാട് കൂടിയോ എന്നൊക്കെ ചോദിച്ചാണ്ടാവും. നേരം കുറച്ച് ഇതായിട്ടുണ്ട്. മോന് വന്നിട്ടുണ്ട്. മോന് വരുമ്പത്തിനായി കഴിഞ്ഞില്ല. അപ്പോൾ ഓന് അവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ എളുപ്പം അപ്പം ചുട്ടാട്ട് ബസ് പോകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിത് അപ്പം ചുടണു. ഓരെങ്ങനെയാലും തോനൊന്നും മടത്. പിന്നെ ഓരോന്നും ഇങ്ങനെ ചുട്ട് തിന്നുമ്പോഴത്തേന് നമുക്ക് ഓരോന്നും ഇങ്ങനെ ചുട്ട് കൊടുക്കാമല്ലോ. അപ്പം അതുമല്ല കനത്തിൽ പറ്റില്ല. കനം ഏറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെന്താ അങ്ങനെ തടയിക്കണു. പിന്നെ ഞാനിന്ന് വറ്റൊന്നും കൂട്ടിയിട്ടില്ലല്ലോ. വറ്റില്ലേനും കൂട്ടാനിത് പിന്നെ പാക്കറ്റ് പൊടി വാങ്ങിയതാണ് കേട്ടോ. അല്ലാതെ പൊടിച്ച പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ പൊടിപ്പിച്ചാൽ നോക്കുമ്പോഴാണ് ഈ പെരും മഴയാണ്. നമുക്ക് അരി ഉണങ്ങി കിട്ടൂല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ മോനുവിന് ചായ കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ വേദന ഒന്നുകൊണ്ട് തുടച്ചെടുക്കട്ടെ. അപ്പോൾ അതിന് ചോറ് വെന്തിട്ടുണ്ടാവും. ഇനി അതൊന്ന് നോക്കി നോക്കട്ടെ. നോക്കുമ്പോൾ ചോറ് നല്ല പാകത്തെ വേവായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു കൊട്ടക്കയിൽ ഊറ്റിയിട്ട് പിന്നെ വാർക്കാൻ വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. കൊട്ടക്കയിൽ ഊറ്റണത് എന്താ വെച്ചാൽ ഓനക്ക് വട്ടപാത്രത്തിൽ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ അത് വാർക്കാൻ വെള്ളം വാരാതെ നമ്മളത് ചെയ്യാൻ പറ്റൂലല്ലോ വെച്ചിട്ട് അത് എടുക്കണ്ടല്ലോ വെച്ചിട്ടാണ്. അങ്ങനെ അടുപ്പ് കഴിഞ്ഞപ്പോൾ കൈപ്പക്കയും ചക്കക്കുരും അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമ്മളിതാ ചോറ് പാത്രത്തിലാക്കാൻ കേട്ടോ. ചോറുണ്ടല്ലോ നമുക്കിതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. നമ്മൾ കുട്ടിക്കാലത്തുണ്ടല്ലോ അങ്ങനെ പാത്രത്തിലൊക്കെ ചോറിട്ട് ലേശം സമ്മന്തി ഉണ്ടാവും, ഒരു മുട്ട പൊരിച്ചതൊക്കെ എനിക്കില്ല കൂട്ടാൻ കേട്ടോ. അപ്പോൾ ഓനക്കാണെങ്കിൽ കൂട്ടാൻ തോനെ വേണം, ചോറ് ലേശം മതി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചോറ് തോനല്ലേ നമ്മൾ കൊടുക്കുക, കൂട്ടാൻ എത്ര വെച്ചിട്ടാണ് നമ്മൾ തോനെ കൊടുക്കുക. അപ്പം എന്നാലും 2 കയ്യിൽ ഉപ്പേരിയാക്കിങ്ങാണ്ട് ഓനക്കുള്ളതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളാലും മൂലം മക്കൾക്ക് നേരം വെക്കാൻ പറ്റൂലല്ലോ. ഇന്ന് എങ്ങനെയായും ഫുള്ളായി വീഡിയോ എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം എല്ലാതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കമൻറ്റ് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെയൊക്കെ സന്തോഷമാണ്. കുറേ ആൾക്കാർ ഡേ മൈ ലൈഫ് ചെയ്യാൻ പറയും. അങ്ങനെ 2-3-4 ആളുണ്ട് എൻ്റെ കമൻറ്റിൽ അങ്ങനെ എഴുതിയിട്ടോ. അപ്പം എന്നാൽ അതന്നെ ആയിക്കോട്ടെ. നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാർ ചോദിച്ചുമ്പോൾ നമുക്ക് നമ്മളെ വൈകുന്നേരം വല്ല പരിപാടി കാണിച്ചു കൊടുക്കുക. അതിലിടക്ക് മോന് വന്നിട്ടുണ്ട്. കണ്ടില്ല, കറി പാർന്നപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല. ഈ കുറുക്കമാണ് നമ്മളെ കൂട്ടാൻ കറി. അതിനാണ് ലേശം പരിപ്പ് കൂട്ടുക, തോനെ കൂട്ടരുത്. അതും നല്ല വെന്തിട്ട് നല്ല പൊടി ഇങ്ങോട്ട് കലങ്ങിയ മാതിരി ആവണം കേട്ടോ. അങ്ങനെ കയ്പ്പൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ചക്കക്കൂര് നല്ല കയ്പ്പില്ല കയ്പ്പൊക്കെയാണ്. അതിൻ്റെ വെള്ളം ഒന്നുകൊണ്ട് കട്ടൂറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, അവിടെയൊക്കെ കുറച്ച് മോറാനുണ്ട്. ഇനി ചട്ടിക്ക് ഇതൊന്നും ഇട്ട് കൊടുത്തത് ആക്കത്തിന് കടന്ന് അങ്ങനെ വെന്തോട്ടെ. ഇവിടെ കയ്പ്പയ്ക്കും ചക്കക്കൂര് ഉപ്പേരി വെച്ചാൽ എനിക്കുള്ളൂ ഇഷ്ടം. പിന്നെ ഷാലു തിന്നും. മോനൂനൊരു തോന്നും മസില്ലിയാണ് കേട്ടോ. അതിലിടക്ക് മോന് പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇതിവിടെ കടന്നോ, ഞാൻ മാങ്ങി വെക്കൂല. അപ്പം തന്നെ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് കയ്പ്പയ്ക്കും ചക്കക്കൂരൊക്കെ ഒന്നും ഇങ്ങോട്ട് സെറ്റ് ആവാനുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് മാങ്ങി വെച്ചെന്ത് ചെയ്തു, വീതനയും ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് സെറ്റായി ഒന്ന് അടിച്ചോരി ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ടൊന്ന് തുടക്കണം. എന്നാൽ പിന്നെ ഷാല് വന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ തുടച്ച് കൈയെടുക്കാൻ ഇല്ലാതെ ഷാല് വന്നാൽ ഭയങ്കര ഇതാണ് കേട്ടോ. ഒരു 4 ചാല അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് നിറച്ച് ദൈകാരം. അപ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം വരും. അപ്പോൾ കൂട്ടാൻ കറി ആയിട്ടുണ്ട്, പയറുപ്പേരി ആയിട്ടുണ്ട്, മീൻ പൊരിച്ചു, ദോശ, കൈപ്പക്കയും ചക്കക്കൂരും ഉപ്പേരി വെച്ച് അങ്ങനെ രാവിലത്തെ ഐറ്റംസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. 8:20 ആയപ്പത്തിന്. ടൈം ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ഒരു വട്ടം. പിന്നെ ടൈമൊന്നും കാണിച്ച് തന്നിട്ടില്ല. തുടക്കാല് വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പത്തിനാണ് നമ്മളെ ഷാല് വന്നത്. ഷാല് വന്നപ്പോൾ എന്ത് ചെയ്തു, ഞാനും ഷാലും കൊലായ്മയിരുന്ന് ചായ കുടിക്കുക. ചായ കുടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് കഥയൊക്കെ പറയാനുണ്ടാവും. മദ്രസിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എഴുതാനുണ്ടാവും. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കേട്ടിരുന്ന് ഞാൻ എന്തായിട്ട് തിരുമ്പി കുളിച്ച് വന്നിട്ടാണ്. പിന്നെ എനിക്ക് സ്കൂൾ വണ്ടി വരുന്നത് 10 മണിക്കാണ് കേട്ടോ.
പിന്നെ ഷാനുവിനൊരു കാര്യമുണ്ട്, ഓൻ പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ വന്ന ഒരുപാട് പരാതികളെ കാരണം. പിന്നെ അതൊക്കെ ഒരു സന്തോഷമാണേലും കുട്ടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ മെയിൻ ചെയ്യാതിരുന്ന ഓൽക്കാർ ഭയങ്കര വിഷമമായി. കാരണം ഇനിയൊന്നും വേണ്ട, നമ്മളെ പെരേന്ന് നമ്മൾ വിരുന്ന് പോയിട്ട് പോരുമ്പോൾ നമ്മളെ അമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഇങ്ങനെ കണ്ണ് മറിയാതെ നിന്ന് നോക്കുമല്ലോ. അപ്പം നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ ഓല് സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ, സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാൻ അവിടെ ഉറങ്ങിയപ്പോൾ ഓല് മുണ്ടാതെ പന്ത് കളിച്ചാണ്. നിസ്കാരം ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം നീച്ച് വന്ന് നോക്കുമ്പോഴത്തേന് പരിപാടി. അങ്ങനെ ഓല് എന്ത് ചെയ്തു, നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് നമ്മളെ കാണുമ്പോഴേ പൈപ്പുള്ളൂ. അങ്ങനെ രാത്രിയിൽ ഇതാ മഗ്‌രിബ് കഴിഞ്ഞ് കുറച്ച് ഓതിങ്ങാണ്ട് ചോറ് തിന്നണ്ട, നേരത്തെ ചോറ് തിന്നണം. എപ്പോഴേലൊക്കെ ഉള്ളു നേരം വെക്കി ചോറ് തിന്നുക. ചോറേ കഴിഞ്ഞിട്ട് ഒരു മഗ്‌രിബിക്ക് പള്ളിക്കൊക്കെ പോകാൻ ചോദിച്ചു. അപ്പം ഞാൻ അയച്ചില്ല, കാരണം കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഖുർആനൊന്നും ഓതിയിട്ടില്ല. ഇശാ ബാങ്ക് കൊടുത്തു, പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ചിങ്ങാണ്ട് ഞങ്ങൾ വന്നിട്ട് പഠിച്ചുകൊണ്ട് ഓല് പള്ളിക്കൊക്കെ പോവുകയാണ്. പിന്നെ നമുക്കിന്ന് ചെറിയൊരു വർക്ക് ഉണ്ട്, കാരണം കയ്പൊക്കെ ഉണ്ട് കിട്ടിയിട്ട് അച്ചാറിട്ട് കൊടുക്കാനുണ്ട്. നാളത്തെ വർക്ക് അതാണ്. അപ്പോൾ അതും കയ്പൊക്കെ ഉണ്ട്. അപ്പം നല്ല മട്ടം പോലെ അച്ചാറിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ്, അത് ഇന്നാണ് നുറുക്കി വെച്ചാൽ നാളെ നമുക്ക് ആ പരിപാടി എടുക്കാമല്ലോ. പിന്നെ നുറുക്കലും അച്ചാറിടലും ഒക്കെ ഒപ്പാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതൊക്കെ ഓല് ഏതായാലും മക്കൾ പോയിക്കണം, ഓൾക്ക് പഠിക്കാനും ഇതൊന്നും ഇല്ലല്ലോ. ഓലപ്പം ഇങ്ങനെ ഇരിക്കുമെന്ന് മടഞ്ഞുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നെ അങ്ങനെ കാണുകയാണെങ്കിൽ ഓല് പഠിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കളിയേക്കാരം. അപ്പം ഞാനിത് നീളത്തിൽ ഇങ്ങനെ നുറുക്കി അതിൻ്റെ ഉള്ളിലത്തെ ചോറൊക്കെ കളയണം. നമ്മൾ കയ്പക്കൊക്കെ അച്ചാറുമ്പോൾ ഈ ചോറ് കൊടുക്കണം, അച്ചാറിട്ടാൽ കുറേ കാലം ഇരിക്കൂല. അപ്പോൾ ഈ പരുവത്തിലാണ് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് വെളുത്തുള്ളി ഉണ്ട്, ഇതിന്മേക്കാണ് നമുക്ക് സമയം പോണത്. എന്നിട്ട് എന്ത് ചെയ്തു, ഒക്കെ നുറുക്കലൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ നേരാക്കി അടുക്കളയിൽ വന്നിട്ട് എന്ത് ചെയ്തു, ലേശം ചീനമുളക് പൂത്തത് ഇരുന്നിരുന്നു, അതുപോലെ ലേശം ഉണക്കമുളക് ഉണ്ടായിരുന്നു. അതൊക്കെ മിക്സിയിലിട്ട് നല്ലോണം ഇങ്ങോട്ട് അടിച്ചുക. കാരണം മസാല തോനെ ചേർക്കണേക്കാട്ടും നല്ലതാണ് ചീനമുളകൊക്കെ. പച്ചമുളകാണെങ്കിൽ നല്ല മിക്സിയിലടിച്ച് കയ്പക്കയിലെ ഉപ്പും ചേർക്കുക, എന്നിട്ട് നല്ല കുഴച്ചിങ്ങാണ്ട് സുർക്കയും പറഞ്ഞാണ്ട് അങ്ങനെ ദമ്മ് മൂടെ വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ അതിൽ ആ പുളിയും കുറച്ചൊക്കെ പിടിച്ചിട്ട് കയ്പൊക്കെ ഒന്നും പോവുകയും ചെയ്തോളും. വെള്ളക്കയ്പൊക്കെ എത്ര കയ്പ് ഉണ്ടാവില്ല. ഈ കരിമ്പച്ച കയ്പൊക്കെ ഉണ്ടല്ലോ, പെരുംജാതി കയ്പാണ്. അങ്ങനെ ഇതൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ കടുകുടേനെ പണിയെടുക്കണേക്കാട്ടും നല്ലത് ഇങ്ങനെയൊക്കെ തലേന്ന സാധനങ്ങളൊക്കെ കിട്ടിയാൽ പിറ്റന്നേക്ക് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കാം. പിന്നെ ശാലും മൂന്നും വരുവോളം ഇങ്ങനെ ഇരിക്കണ്ടേ, കണ്ണിലുറക്കം വരില്ല. പിന്നെ നേരെ അതിനകത്തൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ 8 മണി 8:30 ആയിട്ടുള്ളൂ. ഒരു പോയി ശേഷമാണ് ഞാനിതൊക്കെ നുറുക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ എങ്ങനെ ഏകദേശം ഒരു വരാനായിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രഷ് ഉണ്ടാക്കാനുണ്ടോ, ബാബുവിന് ഏതായാലും ഫ്രഷ് വേണമെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു ഗ്ലാസ് ആയിക്കോട്ടെ, നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുടിച്ചും വരും മടിയാണ്. എനിക്ക് പിന്നെ ഇത് നല്ലൊരു ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ നമ്മളെ ശരീരത്തിന് നല്ലതാണ്. ഗ്യാസ് അസിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല കുടിച്ചാൽ, അതുപോലെ തന്നെ ഉറക്കം വരുന്നില്ലെങ്കിൽ ഇത് കുടിച്ചാൽ അതിനും സെറ്റപ്പായി കിട്ടും കേട്ടോ. അങ്ങനെ വീതനൊക്കെ തുടച്ചിങ്ങാണ്ട് എന്ത് ചെയ്തു, കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു, ഫോണുമ്മയും കളിച്ചിങ്ങാണ്ട് ഇരുന്നിട്ട്. അപ്പോൾ ഇതിന് നമ്മളെ ശാലും മൂനൊക്കെ വന്നു. അപ്പോൾ ഭയങ്കര ഇതായി കൊണ്ടുവന്നു പള്ളിക്കൊക്കെ പോയപ്പോൾ. ഈ മാസം എങ്ങനെയായാലും ഫുള്ള് പള്ളിക്കൊക്കെ പോണത് അത്രയും നല്ലതാണല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് മൗലൂദ് ഓതിയാലും വേണില്ല, മക്കൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശീലിപ്പിച്ച് നമ്മൾ രക്ഷിതാക്കൾ കൊടുക്കണം. അങ്ങനെ അവിടുന്ന് ചീരിഞ്ഞ് കിട്ടിയത് അങ്ങനെ കൊണ്ട് രണ്ടാളും ഓരോന്നൊക്കെ എടുത്തുങ്ങാണ്ട് എനിക്ക് കൊടുന്നു. അപ്പം ഞാൻ തിന്നാത്തതിന് അങ്ങനെ പറയാണ്. അപ്പം ഞാൻ ഇപ്പൊക്ക് വേണ്ട, രാവിലെ തിന്നുകൊണ്ട് പറഞ്ഞെടുത്തേക്കാം പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ വീഡിയോ അപ്പം അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരു വായിച്ച് പഠിച്ചുണ്ടോ, കുറച്ചും പാടെ പഠിച്ചാനും എഴുതാനും ഉണ്ട് മോനൂന്. അപ്പം അതിൻ്റെ ഒപ്പം ഷാലൂന് എത്തിക്കുക. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട. എല്ലാവരോടും അസ്സലാമു അലൈക്കും.